ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നുള്ളത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഈ കാണുന്ന വെമ്പനാട്ട് ലേക്കിന്റെ തീരത്തുള്ള ഒരു കിടിലൻ കോട്ടേജിലാണ് ഇന്ന് നമ്മുടെ താമസം. നിറയെ പക്ഷികളും കണ്ടൽക്കാടുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അടിപൊളി വെമ്പനാട്ട് ലേക്കിന്റെ തീരത്തുള്ള ഈ ഒരു കോട്ടേജിന്റെ പേരാണ് AVG കോട്ടേജ്. നോക്കിയേ, എന്തൊരു മനോഹരമായിട്ടുള്ള ഒരു കോട്ടേജാണ്. നോക്കിയേ, പുറമേ നിന്നുള്ള വ്യൂ തന്നെ കിടിലൻ വ്യൂ ആണ്. ഒരുപാട് പക്ഷികളുണ്ട്. ആ കാണുന്നത് കുണ്ടന്നൂർ ബ്രിഡ്ജാണ്. അങ്ങ് അകലെയുള്ളത് കൊച്ചിയാണ്. ആ ഒരു ലേക്കിന്റെ തീരത്ത് നിന്ന് ആ കാണുന്നതാണ് നമ്മുടെ കോട്ടേജ്. നമുക്കൊന്ന് നടന്ന് നമ്മുടെ കോട്ടേജിലെ വിശേഷങ്ങളൊന്ന് കണ്ടാലോ. ഇതാണ് നമ്മുടെ കോട്ടേജ്. AVG കോട്ടേജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതൊരു പ്രൈവറ്റ് കോട്ടേജ് ആണ്. വളരെ ഹൈ സെക്യൂരിറ്റി ആണ്. VIP ഏരിയ ആണിത്. ഒരുപാട് ഔഷധ സസ്യങ്ങളും അതുപോലെ തന്നെ ചെടികളും പച്ചപ്പും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കോമ്പൗണ്ടിലാണ് ഈ ഒരു കോട്ടേജ് ഉള്ളത്. ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതിന്റെ ഓണർ താമസിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറുമാണ് അദ്ദേഹം ഹോം സ്റ്റേ ആയി നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ 2 റൂമും ഓരോ റൂമിനുമുള്ള ബാൽക്കണിയുമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ഫാമിലി റൂമുണ്ട്. നോക്കി, എന്ത് മനോഹരമായിട്ടാണ് ഈ ഒരു കോട്ടേജ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നോക്കി, നിറയെ മരങ്ങളും തെങ്ങുകളും തെങ്ങിൻ തോപ്പുകളൊക്കെ ഉള്ള നല്ല കിടിലൻ കോട്ടേജ്. ഇത് നമ്മുടെ കൊച്ചി സിറ്റിയിൽ തന്നെയാണ്. കൊച്ചി സിറ്റിയുടെ തിരക്കിൽ നിന്നൊക്കെ അകന്ന് അതിനുള്ളിൽ തന്നെയായിട്ട് വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കോട്ടേജ് സ്ഥിതി ചെയ്യുന്നത്. കടവന്ത്രയിൽ നിന്ന് 4 കിലോമീറ്ററും തേവരയിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു കോട്ടേജിലേക്കുള്ളത്. കോന്തുരുത്തി ചർച്ചിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കോട്ടേജ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തുകയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ കാണുമ്പോൾ ഒരുപാട് ചാരുപടികളുണ്ട്. ബാൽക്കണി മുഴുവനും ചാരുപടികളാണ്. നമുക്ക് ഈ ഒരു ചാരുപടിയിലേക്ക് ഇരുന്നുകൊണ്ട് ഒരുപാട് കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കുന്നു. ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിന്റെ തൊട്ട് മുൻപിലുള്ള ആ ബാൽക്കണിയാണ്. എന്ത് വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. നോക്കി, നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആ ഒരു ലേക്കിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കും. ഈ ബാൽക്കണിക്ക് ചുറ്റിനും ഇടതൂർന്നു നിൽക്കുന്ന വൃക്ഷലതാദികളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു പ്രൈവസി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമുക്കൊന്ന് വീടിന്റെ ഉള്ളിലേക്കൊന്ന് പോയാലോ. നോക്കി, നമുക്ക് ഈ ഒരു മെയിൻ ഡോർ ഒന്ന് തുറക്കാം. ഇതിനുള്ളിലേക്ക് കടക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. നോക്കി, ലൈറ്റ് ഇടാത്ത കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടത്. ഇന്ന് ലൈറ്റ് ഒന്ന് ഇട്ടുകൊണ്ട് കണ്ടാലോ. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ലിവിംഗ് ഏരിയയാണ് ആദ്യം കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ സൈഡിലായിട്ട് 6 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഡൈനിങ് ടേബിൾ ഉണ്ട്. വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ലിവിംഗ് ഏരിയ തന്നെയാണിത്. നല്ല കുഷീനുള്ള സോഫകൾ, അതുപോലെ തന്നെ പഴയ ചാരുകസേര, പിയാനോ, TV, AC, അങ്ങനെ എല്ലാത്തരം സൗകര്യങ്ങളും കൂടിയ ഒരു അടിപൊളി ഹോം സ്റ്റേ ആണ് ഈ കാണുന്നത്. ഈ ഒരു സോഫ നോക്കി, നന്നായിട്ട് ചാരി കിടന്നുകൊണ്ട് തന്നെ വിശ്രമിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നല്ല കുഷീനോട് കൂടിയ ഒരു സോഫയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ പഴയ ചാരുകസേര, അങ്ങേ അറ്റത്തായിട്ട് TV, അതുപോലെ തന്നെ നമുക്ക് 6 പേർക്ക് കുടുംബസമേതം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ, ഫുൾ ടൈം വൈഫൈ സൗകര്യം, അതുപോലെ തന്നെ ഇൻവെർട്ടർ ഫെസിലിറ്റി തുടങ്ങിയവയും ഉണ്ട്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ കബോർഡുകൾ. ഈ കബോർഡ് നോക്കി, നമുക്ക് ആവശ്യമുള്ള പ്ലേറ്റുകളും സ്പൂണുകളും എല്ലാം തന്നെ ആ ഒരു കബോർഡിൻ്റെ അകത്തുണ്ട്. ഇതാണ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ആ ഒരു ലിവിംഗ് ഏരിയ. ഇനി നമ്മൾ പോകുന്നത് ലിവിംഗ് ഏരിയയുടെ തൊട്ടു പുറകിലുള്ള റൂമിലേക്കാണ്. എന്ത് മനോഹരമായിട്ടാണ് ആ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിങ് സൈസ് ഉള്ള നല്ല കുഷീനോട് കൂടിയ ബെഡാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ ശാന്തസുന്ദരമായി താമസിക്കാൻ കഴിയുന്ന നല്ലൊരു റൂം. അതുപോലെ തന്നെ 2 പേർക്ക് സുഖമായി കിടക്കാൻ കഴിയുന്ന കിങ് സൈസ് ബെഡ്. അതുപോലെ തന്നെ ആവശ്യത്തിനധികം കബോർഡുകൾ നിറഞ്ഞ ഒരു റൂമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നല്ല വെന്റിലേഷനുള്ള ജനലകൾ. ഏതൊരു ഗസ്റ്റും ആദ്യം ഹോം സ്റ്റേ ബുക്ക് ചെയ്യുമ്പോൾ അന്വേഷിക്കുന്നത് ടോയ്ലറ്റ് ക്ലെൻലിനെസ് ആണ്. നമുക്ക് ഇവിടുത്തെ ടോയ്ലറ്റ് ഒന്ന് നോക്കാം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മിററും വാഷ് ബേസിനും ക്ലോസറ്റും ഹീറ്ററും ഷവറുമൊക്കെയുള്ള വലിയൊരു ടോയ്ലറ്റ്. അതുപോലെ തന്നെ നിലത്ത് മാറ്റ് പോലും വിരിച്ചിട്ടുണ്ട്. അത്രയും നല്ലൊരു ഫെസിലിറ്റിയാണ് ഈ ഒരു ഹോം സ്റ്റേയിലെ ടോയ്ലറ്റിൽ അവർ ഒരുക്കിയിരിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. വീണ്ടും ലിവിംഗ് ഏരിയയിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം. ലിവിംഗ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ടാണ് അടുത്ത റൂം സ്ഥിതി ചെയ്യുന്നത്. ഇത് ആ റൂമിനും കിച്ചണും ഇടയിലുള്ള ഒരു വാഷ് ബേസൻ ഏരിയയാണ്. ഇവിടെ നല്ലൊരു വാഷ് ബേസൻ ഉണ്ട്. വെള്ളം ഫിൽട്ടർ ചെയ്തു വരുന്ന ശുദ്ധമായിട്ടുള്ള ഒരു ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ട്. ഇതാണ് 2ാമത്തെ റൂം. ഈ 2ാമത്തെ റൂമും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ്. അതിന്റെ സൈഡിലായിട്ടാണ് അവർ കോട്ടിട്ടിരിക്കുന്നത്. കിങ് സൈസ് ബെഡ് തന്നെയാണ് ഈ ഒരു റൂമിലും അവൈലബിൾ ആയിട്ടുള്ളത്. AC-യും ഫാനും എല്ലാം എല്ലാ റൂമിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആവശ്യത്തിലധികം കബോർഡുകളുമുണ്ട്. നോക്കൂ, ബെഡ് എല്ലാം തന്നെ വളരെ ക്വാളിറ്റിയുള്ള, നല്ല കട്ടിയുള്ള, അതുപോലെ തന്നെ കുഷനുള്ള ബെഡുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങൾ വെക്കാനുള്ള കബോർഡും മിററും എല്ലാം വളരെ രസകരമായിട്ടാണ് ഈ ഒരു റൂമിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
ഇതാണ് ഈ റൂമിലെ ടോയ്ലറ്റ്. മറ്റേ റൂമിൽ നിന്നും വിഭിന്നമായിട്ട് ഈ ടോയ്ലറ്റ് കുറച്ചും കൂടി വലുതാണ്. അതുപോലെ തന്നെ ഹീറ്ററും ഷവറും ക്ലോസറ്റും മിററും വാഷ് ബേസിനും എല്ലാം ഈ ടോയ്ലറ്റിലും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നു. വളരെ ക്ലീനായ വൃത്തിയുള്ള ക്ലെൻലിനെസ് ഉള്ള റൂമുകളും ഫ്ലോറുകളും ഒക്കെ തന്നെയാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു VIP ഏരിയ ആയതുകൊണ്ട് തന്നെ വീടുകളെല്ലാം തന്നെ വളരെ ഭംഗിയായി കീപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ളതും നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ കിച്ചണാണ്. ചെറിയൊരു കിച്ചണാണെങ്കിൽ കൂടി ഒരുപാട് കബോർഡുകളും അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങളെല്ലാം കൂടി നിറഞ്ഞു നിൽക്കുന്ന ഒരു കിച്ചൺ തന്നെയാണിത്. ഇത് ഹെയറിന്റെ ഫ്രിഡ്ജാണ്. അതുപോലെ തന്നെ വീഗാർഡിന്റെ ഗ്യാസ് സ്റ്റവ് ഉണ്ട്, വണ്ടർ ഷെഫിന്റെ ഓവൻ ഉണ്ട്. അതുപോലെ നമുക്ക് ചായ ഉണ്ടാക്കാനുള്ള കെറ്റിൽ, ഫ്ലാസ്ക്, അതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങൾ, കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതെല്ലാം കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ ഒരു കിച്ചണിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഹോം സ്റ്റേയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നോക്കിയേ, എല്ലാ സാധനങ്ങളും ഉണ്ട്. ചെറിയ ചെറിയ പാത്രങ്ങൾ തൊട്ട് ഗ്ലാസുകൾ, സ്പൂണുകൾ, പാത്രം കഴുകി വെക്കാനുള്ള സ്ഥലങ്ങൾ, പാത്രം കഴുകാനുള്ള വാഷ് ബേസിൻ, അങ്ങനെ എല്ലാ തരം സൗകര്യങ്ങളോടും കൂടിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹോം സ്റ്റേ തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആ കിച്ചന്റെ പുറത്തുള്ള ഒരു ബാൽക്കണിയാണ്. ഈ ബാൽക്കണിയിൽ നല്ലൊരു മിററുണ്ട്, അതുപോലെ വാഷിംഗ് മെഷീൻ ഉണ്ട്, വാഷ് ബേസിൻ ഉണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ ഈ ഒരു ഹോം സ്റ്റേയിലുണ്ട്. അപ്പൊ ഈ ഹോം സ്റ്റേയിലേക്ക് പ്രത്യേകമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഗസ്റ്റുകൾ ഫാമിലി ഗസ്റ്റുകളാണ്. അതുപോലെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ബൈസ്റ്റാൻഡ് ഫാമിലികൾക്കൊക്കെ ഇവിടെ താമസിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹോം സ്റ്റേ തന്നെയാണ്. അപ്പോൾ ഇതാണ് കിച്ചൺ. ഇനി കിച്ചണിൽ നിന്ന് നമുക്ക് വീണ്ടും ലിവിങ് ഏരിയയിലേക്കും, ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ഏറ്റവും മുകളിലുള്ള ആ ഒരു ഫാമിലി റൂമിലേക്കും പോകാം. ഈ ഒരു പടി കടന്നിട്ടാണ് നമുക്ക് ഫാമിലി റൂമിലേക്ക് എത്താൻ സാധിക്കുക. അപ്പോൾ ഇതാണ് ഈ മുകളിൽ കാണുന്നതാണ് ഫാമിലി റൂം. അത് എത്രയേക്കാളും മുമ്പായിട്ട് ഈ ഒരു സ്റ്റെയർ കേഴ്സിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ബാൽക്കണി ഉണ്ട്. അതും നമുക്കൊന്ന് കണ്ടു കളയാം. ഈ ഡോറ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്തൊരു പച്ചപ്പാണ് നോക്കിയേ. നമ്മുടെ ഇത് കൊച്ചി ടൗണിന്റെ ഉള്ളിലാണെന്ന് പറയുമോ? എന്തൊരു ശാന്തസുന്ദരമായ സ്ഥലം. അതുപോലെ അങ്ങ് അകലെ വലിയ ഫ്ലാറ്റുകളൊക്കെ നമുക്ക് കാണാം. ഇതാണ് ഏറ്റവും മുകളിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഫാമിലി റൂം. വലിയൊരു ഏരിയ ആണ്. ഈ ഒരു ടോട്ടൽ ബിൽഡിങ്ങിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. നോക്കിയേ, ഈ ഒരു ഫാമിലി റൂമിൽ നല്ലൊരു മിററുണ്ട്, അതുപോലെ തന്നെ കിങ് സൈസ് ബെഡ് ഉണ്ട്, അതുപോലെ ഈ അറ്റത്തായിട്ട് നമുക്ക് ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ടേബിൾ ഉണ്ട്. അതുപോലെ ഇതിന്റെ ഒരു ടോയ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു 2 ടോയ്ലറ്റിനേക്കാളും വിഭിന്നമായിട്ട് വലിയൊരു ടോയ്ലറ്റ് ആണ് ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാത്തരം ഫെസിലിറ്റികളും ഈ ഒരു ടോയ്ലറ്റിലും ഈ ഒരു ഹോം സ്റ്റേയിൽ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഈ ഒരു റൂമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുമ്പിലുള്ള ആ ഒരു ബാൽക്കണിയാണ്. ഈ കാണുന്നതാണ് ആ ബാൽക്കണി. ഈ ബാൽക്കണിയിൽ നിന്നാൽ തന്നെ എന്ത് സുന്ദരമായിട്ടുള്ള ഒരു കാറ്റാണ് നമുക്ക് ലഭിക്കുന്നത് അറിയാമോ? നമ്മൾ ആദ്യം കണ്ട ആ ഒരു കായൽ, ആ വെമ്പനാട്ട് ലേക്ക് ആ കാണുന്നതാണ്. ആ 2 ബിൽഡിങ്ങിന്റെ ഇടയിൽ കൂടി നേരെ കാണുന്നതാണ് ആ വെമ്പനാട്ട് ലേക്ക്. അങ്ങ് അകലെയായിട്ട് കുണ്ടന്നൂർ ബ്രിഡ്ജ്, അതുപോലെ ആ ഭാഗത്തുള്ള ഫ്ളാറ്റുകളൊക്കെ നമുക്കിവിടെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു VIP ഏരിയയാണ്, ഹൈ സെക്യൂരിറ്റി ഏരിയയാണ്, അതുപോലെ തന്നെ പ്രൈവറ്റ് സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കൊച്ചി ടൗണിൽ താമസിക്കാൻ വരുന്ന ഫാമിലികൾക്ക് വളരെ സുരക്ഷിതമായിട്ട് സന്തോഷകരമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഫാമിലി കോട്ടേജ് തന്നെയാണ് ഈ ഒരു ഹോം സ്റ്റേ. കൊച്ചിയിലെ വിവിധ ഇടങ്ങൾ കാണാൻ വരുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് താമസിച്ചാൽ അവർക്ക് ആവശ്യത്തിനുള്ള കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഔഷധ സസ്യങ്ങളും ചെടികളാലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കോട്ടേജ് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ വളരെ ശാന്തമാണ്, സുന്ദരമാണ്, പ്രശാന്തമാണ് നമ്മളിവിടെ താമസിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ അകലെ നിന്നും കൊച്ചിയിൽ താമസിക്കാനായിട്ട് അല്ലെങ്കിൽ കൊച്ചി കാണാനായിട്ട് വരുന്നവർക്ക് വളരെ സുരക്ഷിതമായിട്ട് താമസിക്കാൻ പറ്റിയ നല്ലൊരു ഇടം തന്നെയാണ് ടൗണിന്റെ ഉള്ളിൽ വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഈ AVG കോട്ടേജ്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ മഴ വെമ്പനാട്ട് കായലിൽ പെയ്യുന്നത് കാണാൻ തന്നെ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു കോട്ടേജിൽ നിങ്ങൾക്ക് താമസിക്കണമെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ.